അപ്പോൾ ഞാൻ മാറി നിന്ന് ചെറിയ സൗണ്ടിൽ പറഞ്ഞു, തിരുമേനി കൽപ്പന. അപ്പോൾ തിരുമേനി എന്നെ നോക്കിയിട്ട് പറഞ്ഞു, മൈ വേർഡ് ഈസ് ആസ് ഈക്വൽ ആസ് കൽപ്പന, ഗോ ആൻഡ് ടേക്ക് ദ ചാർജ് ആൻഡ് റിപ്പോർട്ട് മീ ഇമ്മീഡിയറ്റ്ലി. അപ്പം ചില ആളുകൾ ചിന്തിക്കാറുണ്ട്, അന്ത്യോക്യൻ സഭയുടെ കുർബാന നമ്മൾ ഉപയോഗിക്കുന്നു, അത് ആ അവകാശവാദം പൂർണ്ണമായിട്ട് ശരിയല്ല. നമ്മൾ ഉപയോഗിക്കുന്നത് ജെറുസലേമിലെ ആരാധനാ ക്രമമാണ്. ഇറാഖിൽ മൂസലിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു ആരാധനാക്രമം ഉണ്ടായിരുന്നു. അപ്പം അന്ത്യോക്യൻ സുറിയാനി സഭയിലൊരു തുറബ്ദീൻ ട്രഡീഷൻ എന്നും മൂസൽ ട്രഡീഷൻ എന്ന് പറഞ്ഞ രണ്ട് പാരമ്പര്യങ്ങളുണ്ടായിരുന്നു. ആരാധന ആരുടെ നമ്മൾ ഉപയോഗിച്ചാലും ഇതൊരാളുടെ പേറ്റന്റ് എന്ന് പറയാനൊക്കത്തില്ല. കാരണം ഇതൊരു സുവിശേഷീകരണമാണ്. അതെ, ഈ എക്സ്ചേഞ്ചസ്, ലിറ്റർജിക്കൽ എക്സ്ചേഞ്ചസ് എന്ന് പറയുന്ന ഒരു സാധാരണ സംഭവമായിരുന്നു. മക്കളെ, ഭക്തിക്കും യുക്തിക്കും വിശ്വാസത്തിനും കോട്ടം വരാത്ത വിധത്തിലായിരിക്കണം ഇടവക ശുശ്രൂഷ. നമസ്കാരം. വീണ്ടും ഒരിക്കലൂടെ അച്ഛനോട് ചേർന്ന് നമ്മുടെ ഓർത്തഡോക്സ് സെൻറ്ററിൽ ഒന്നിച്ചു കൂടാനും അച്ഛൻ്റെ ക്ലാസ്സുകൾ കേൾക്കാനുമായിട്ട് ഇന്ന് അവസരം ലഭിച്ചു. അച്ഛൻ എന്നെ സെമിനാരിയിൽ നമ്മുടെ പൗരസ്ത്യ സഭയുടെ ആരാധനാ രീതിശാസ്ത്രം പഠിപ്പിച്ചു. അത് കഴിഞ്ഞ് ഞാൻ പട്ടമേറ്റ് 88 ഡൽഹി വന്നു. ഞാൻ 89 അങ്ങ് തിരിച്ചു വന്നിട്ട് പഴയ സെമിനാരി വന്ന് അച്ഛനെ കണ്ടു. അപ്പോൾ അച്ഛൻ എന്നോട് ചോദിച്ചു, അച്ഛനിപ്പോൾ എവിടാ? ഞാൻ പറഞ്ഞു, അച്ഛാ ഞാൻ തിരികെ നാട്ടിൽ വന്നു. അപ്പോൾ അച്ഛൻ എന്നെ വഴക്ക് പറഞ്ഞു, അച്ഛനെന്തിനാ നാട്ടിൽ പോന്നേ? അച്ഛനൊക്കെ ഇത്രയും പഠിച്ചതിന് ശേഷം അവിടെ അല്ലേ ശുശ്രൂഷിക്കേണ്ടി എന്ന് എന്നോട് പറഞ്ഞു. അത് കഴിഞ്ഞ് നമ്മൾ തമ്മിൽ ഒരു സംഭാഷണവും ഇല്ല. 90 അവസാനമായപ്പോഴത്തേക്ക് അച്ഛൻ എനിക്കൊരു എഴുത്തയച്ചു. ഞാനിപ്പോൾ ഡൽഹി ഓർത്തഡോക്സ് സെൻറ്ററിൽ ഇതിൻ്റെ ഡയറക്ടറായിട്ടും പതിനാ സെക്രട്ടറിയായിട്ട് വർക്ക് ചെയ്യുന്നു. അച്ഛന് ഡൽഹിയിൽ ശുശ്രൂഷിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ വരണമെന്ന് പറഞ്ഞ് അച്ഛൻ്റെ ഒരു നിർബന്ധത്തിലാണ് ഞാനിവിടെ വരുന്നത്. ഗ്രിഗോറിയോസ് തിരുമേനി ക്ഷണിച്ചു വരുന്നു. അച്ഛൻ്റെ ഒരു തിരുമേനോടുള്ള ആ സംഭാഷണത്തിൽ വിളിച്ചത് കൽപ്പന പോലും ഒന്നുമില്ല. അപ്പോൾ അന്ന് ഞാൻ പ്രത്യേകം ഓർക്കുന്നൊരു കാര്യം, തിരുമേനോട് കൽപ്പനയ്ക്കായിട്ട് ഞാനിപ്പോൾ പരുമല ചെന്നു. 91 ഏപ്രിൽ മാസം 30 ഇപ്പോഴത്തെ ബാവായൊക്കെ വാഴിച്ചു കഴിഞ്ഞ് അവിടെ നിൽക്കുമ്പോൾ ഗ്രിഗോറിയോസ് തിരുമേനി ആണ് അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു ചടങ്ങിന് നേതൃത്വം കൊടുത്ത ഒരാളാണ്. അപ്പോൾ തിരുമേനിയമ്മയെ കണ്ടപ്പോൾ എന്നോട് തിരുമേനി ചോദിച്ചു, അച്ഛനിതുവരെ പോയില്ലയോ? ഞാൻ തിരുമേനി പോയില്ല, ടിക്കറ്റ് ഒന്നും കിട്ടിയില്ല, അന്ന് ട്രെയിനിലല്ലേ വരുന്നത്. അതെനിക്കറിയത്തില്ല, എത്രയും പെട്ടെന്ന് പോയി ടിക്കറ്റ് എടുത്ത് അവിടെ പോയി ചാർജ് എടുക്കണം. അപ്പോൾ ഞാൻ മാറി നിന്ന് ചെറിയ സൗണ്ടിൽ പറഞ്ഞു, തിരുമേനി കൽപ്പന. അപ്പോൾ തിരുമേനി എന്നെ നോക്കിയിട്ട് പറഞ്ഞു, മൈ വേർഡ് ഈസ് ആസ് ഈക്വൽ ആസ് കൽപ്പന, ഗോ ആൻഡ് ടേക്ക് ദ ചാർജ് ആൻഡ് റിപ്പോർട്ട് മീ ഇമ്മീഡിയറ്റ്ലി. അതിപ്പോഴും ഞാൻ ഓർക്കുന്നു. അത് കഴിഞ്ഞ് ഇവിടെ വന്നു. അച്ഛൻ വേണ്ടുന്ന ഗൈഡൻസൊക്കെ തന്നു. പരുതുപാതലോട്ടാണ് എന്നെ വിട്ടത്. നമ്മൾ വിടവ തുടങ്ങുന്ന കാര്യമൊക്കെ പറഞ്ഞപ്പോൾ അച്ഛൻ അതിന് വേണ്ടുന്ന ആദ്യത്തെ എല്ലാ സപ്പോർട്ടും തന്നത്. ഇപ്പോൾ വീട് ഇത്രയുമായി അനേക വർഷമായി, ഇപ്പം 2025, അപ്പോൾ എത്ര വർഷമായി കാണുമെന്ന് ഓർക്കാം. ആ ശുശ്രൂഷയുടെ ഏകദേശം എൻ്റെ ഔദ്യോഗിക ഒരു വികാരത്വം എന്ന നിലയിൽ തീരാൻ പോകുന്ന ഒരു അവസരത്തിലാണ് ഇപ്പോൾ നമ്മൾ വീണ്ടും കണ്ടുമുട്ടുന്നത്. ഇതിലൊരു ദൈവഹിതമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അച്ഛനോട് ഒരു ഗുരുനാഥനോടെന്നുള്ള നിലയിൽ 1-2 സംശയങ്ങളും നമ്മൾ ക്ലാരിഫൈ ചെയ്യേണ്ട ചില കാര്യങ്ങളൊന്ന് ചോദിക്കുക എന്നുള്ളതാണ് ഇന്നത്തെ ഈ സംഭാഷണത്തിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം. ഒന്നാമത്തെ വെച്ചാൽ നമ്മുടെ സഭയുടെ ഒരു ആരാധനയുടെ ഒരു ഹിസ്റ്റോറിക്കൽ ഡെവലപ്മെൻറ്റ്. ഇപ്പോൾ 1-ാം നൂറ്റാണ്ടിൽ തന്നെ തോമാസിലെ ഇന്ത്യയിൽ വന്നു. അതിനെ തന്നെ ഖണ്ഡിക്കുന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിൽ പോലും നമ്മൾ പരിപൂർണമായി വിശ്വസിക്കുന്നതും ആദ്യമുള്ള ചരിത്രത്തിലൂടെയും പാരമ്പര്യങ്ങളുടെയും ആരാധനയിലൂടെയും നമ്മൾ മനസ്സിലാക്കുന്നത് തോമായുടെ നാട് ഇന്ത്യ. അപ്പോൾ നമ്മുടെ 2-3 ഘട്ടമായിട്ട് പറയുകയാണെങ്കിൽ 1-ാം നൂറ്റാണ്ട് മുതൽ 4-ാം നൂറ്റാണ്ട് വരെ ഏത് വിധത്തിലൊരു ആരാധനയായിരുന്നു നമുക്കുണ്ടായിരുന്നത്. 4-ാം നൂറ്റാണ്ട് മുതലെങ്കിലും നമുക്ക് ഈ വിദേശ സഭകളോട്, പ്രത്യേകിച്ച് കിഴക്കൻ സഭകളോടൊക്കെ നമുക്കൊരു ബന്ധമുണ്ടായി. അപ്പോൾ അത് അച്ഛനൊന്ന് പറഞ്ഞാൽ നല്ലതായിരിക്കും. ഈ 1500 മുൻപുള്ള മലങ്കര സഭയുടെ ചരിത്രത്തെപ്പറ്റി നമുക്ക് ആധികാരികമായ രേഖകളൊന്നും തന്നെയില്ല. നമുക്ക് ചില പാരമ്പര്യങ്ങൾ മിക്കവാറും വാമൊഴിയായിട്ട് ഇങ്ങനെ കൈമാറ്റം ചെയ്തതാണ്. അത് പലതും എഴുതുന്നത് കുറച്ചുകൂടെ കഴിഞ്ഞിട്ടാണ്. ഇവിടെ 1500-നും 1599 ഉദയംപുര സുന്നോസ് ആ കാലയളവിൽ ഇവിടെ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് കൽദായ സുറിയാനി ആരാധനയാണ്. കാരണം അന്ന് കുറേയേറെ കൽദായ മെത്രാച്ചന്മാർ ഇവിടെ വന്നു, അവരെ ഏർപ്പെടുത്തിയ ആരാധനയാണ്.
അതുകൊണ്ട് 1500 മുൻപ് ഇവിടെ കൽദായ ആരാധന ആയിരുന്നു ഉപയോഗിച്ചിരുന്നെന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ട്. അത് പൂർണ്ണമായിട്ട് നമുക്ക് തെളിയിക്കാനായിട്ട് സാധിക്കത്തില്ല. പിന്നെ ഇവിടെ 1665 ജെറുസലേമിലെ ഗ്രിഗോറിയോസ് വന്നു. അതിനുശേഷം പല അന്ത്യോക്യയിൽ നിന്നുള്ള മേൽപ്പട്ടക്കാരിവിടെ വന്നു. അവരാണ് ഇവിടെ അന്ത്യോക്യൻ സുറിയാനി ക്രമങ്ങൾ ഏർപ്പെടുത്തിയത്. അത് തന്നെ 1750 ശേഷം ശക്രള്ള ബാവായും അദ്ദേഹത്തോട് ചേർന്ന് ഒരു മെത്രാച്ചനും ഒരു റമ്പാച്ചനും ഒക്കെ വന്നു. അവരാണ് അന്ത്യോക്യൻ ക്രമം വ്യാപകമായിട്ട് ഇവിടെ ഏർപ്പെടുത്തുന്നത്. അപ്പോൾ അന്ത്യോക്യൻ ക്രമം എന്ന് പറയുമ്പോഴത്തേക്കും യാക്കോബിൻ്റെ അനാഫോറ ആണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടത്. യാക്കോബിൻ്റെ അനാഫോറ അന്ത്യോക്യൻ അനാഫോറയാണെന്ന് നമുക്ക് പറയുന്നത് പൂർണ്ണമായിട്ടും ശരിയല്ല. അത് ജെറുസലേമിലെ അനാഫോറയാണ്. അപ്പം ചില ആളുകൾ ചിന്തിക്കാറുണ്ട് അന്ത്യോക്യൻ സഭയുടെ കുർബാന നമ്മൾ ഉപയോഗിക്കുന്നു. അത് ആ അവകാശവാദം പൂർണ്ണമായിട്ട് ശരിയല്ല. നമ്മൾ ഉപയോഗിക്കുന്നത് ജെറുസലേമിലെ ആരാധനാ ക്രമമാണ്. ജെറുസലേമിലെ ആരാധനാക്രമത്തെപ്പറ്റി ആദ്യമായിട്ട് പരാമർശിക്കുന്ന രേഖ ജെറുസലേമിലെ കൂറിലോസിൻ്റെ പ്രസംഗങ്ങളാണ്, ഗ്രീക്കിലുള്ള പ്രസംഗങ്ങൾ. അത് കഴിഞ്ഞിട്ട് AD 400 അന്ത്യോക്യൻ സഭ ഈ ജെറുസലേമിലെ അനാഫോറ അവരുടെ ഔദ്യോഗിക അനാഫോറയായിട്ട് സ്വീകരിച്ചു, യാക്കോബിൻ്റെ അനാഫോറ. അത് കുറച്ചുകൂടെ കഴിഞ്ഞപ്പോഴത്തേക്കും അത് ഗ്രീക്കിൽ നിന്നും സിറിയക്കിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തു. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന അനാഫോറയെ സംബന്ധിച്ച് അന്ത്യോക്യൻ അനാഫോറ എന്നതിനേക്കാൾ ജെറുസലേമിലെ അനാഫോറയാണ്. പിന്നെ അന്ത്യോക്യൻ സുറിയാനി സഭ ജെറുസലേമിലെ അനാഫോറയുടെ മാതൃകയിൽ 80ഓളം അനാഫോറകൾ എഴുതിയുണ്ടാക്കി. അതിൽ ഇന്നിപ്പം നമ്മൾ മലങ്കരയിൽ ഉപയോഗിക്കുന്ന ഏകദേശം 1 ഡസനോളം ഉപയോഗിക്കുന്നുണ്ട്. അതിൻ്റെ എല്ലാം ഒരു ആദ്യ രൂപം എന്ന് പറഞ്ഞ യാക്കോബിൻ്റെ അനാഫോറയാണ്. യാക്കോബിൻ്റെ അനാഫോറയുടെ സ്ട്രക്ചർ, അതിൻ്റെ തീംസ് ഉപയോഗിച്ചാണ് ബാക്കി അനാഫോറകൾ എഴുതി ഉണ്ടാക്കിയത്. പിന്നെ അതുപോലെ തന്നെ ഈ നമ്മൾ മറ്റ് ആരാധനാക്രമങ്ങളിലും ചെറിയ ചെറിയ മാറ്റങ്ങൾ കാലോചിതമായിട്ട് വന്നിട്ടുണ്ട്. ഇന്നിപ്പോൾ ഉപയോഗിക്കുന്ന നമ്മുടെ പ്രാർത്ഥനകൾ, അത് യാമപ്രാർത്ഥനയാണെങ്കിലും മറ്റ് പെരുന്നാളുകളിലെ പ്രാർത്ഥനകളാണെങ്കിലും കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് ഈ വിശുദ്ധ അപ്രേമിൻ്റെ ഗീതങ്ങൾ, അതുപോലെ സുറൂഗിലെ യാക്കോബിൻ്റെ ഗീതങ്ങൾ, പിന്നെ അതുകൂടാതെ നമുക്ക് പേരറിയാൻ പാടില്ലാത്ത അനേകം പിതാക്കന്മാരുണ്ട്. അവർ പലരും അന്ത്യോക്യൻ പിതാക്കന്മാർ എന്നതിനേക്കാൾ അവർ ഏഷ്യൻ ഫാദേഴ്സാണ്. എന്ന് വെച്ചാൽ അവർ ജീവിച്ചിരുന്നത് ഇന്നത്തെ ഈസ്റ്റേൺ ടർക്കിയിലും അതുപോലെ തന്നെ ഇറാഖിലുമാണ്. അവരെഴുതിയത് ഈ ഒരു ഏഷ്യൻ ഭാഷയായ സുറിയാനിയിലാണ്. അപ്പം നമ്മൾ സുറിയാനി എന്ന് പറയുന്നത് അറമായ ഭാഷയുടെ ഒരു ഡയലക്റ്റാണ്. അത് ഇറ്റ്സ് അബ്സല്യൂട്ട്ലി ഒരു ഏഷ്യൻ ഭാഷയാണ്. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ആരാധനാക്രമങ്ങൾ ഏഷ്യൻ ക്രമങ്ങളാണെന്നുള്ളത് യാതൊരു സംശയവുമില്ല. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ആരാധനയിൽ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് നമ്മുടെ വേദവായനക്കുറിപ്പെന്ന് പറയുന്നത്. ഓരോ ഞായറാഴ്ചയും വായിക്കുന്ന വേദവായനക്കുറിപ്പ്. ആ വേദവായനക്കുറിപ്പും അന്ത്യോക്യൻ സഭയുടെ എന്ന് പറയാനൊക്കത്തില്ല, ജെറുസലേമിലെ ഒരു വേദവായനക്കുറിപ്പാണ്. ആദ്യകാലത്തുണ്ടായിരുന്ന സുറിയാനി വേദവായന ക്രമങ്ങൾ എന്ന് പറഞ്ഞ അന്ത്യോക്യയിലെ ക്രമത്തിൻ്റെ ഒരു മോഡലിൽ ഉണ്ടായതാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ സുറിയാനി ക്രമങ്ങൾ ഉപയോഗിക്കുന്നതിനേക്കാൾ നമുക്ക് പറയാൻ സാധിക്കുന്ന ഒരു ജെറുസലേം ക്രമം നമ്മൾ ഉപയോഗിക്കുന്നു. അത് ഒരു ഏഷ്യൻ ക്രമമാണ്. പിന്നെ കാലോചിതമായ മാറ്റങ്ങൾ അതിനകത്ത് വന്നിട്ടുണ്ട്. കാലോചിതമായ മാറ്റങ്ങൾ എന്ന് പറയുമ്പോഴത്തേക്കും ചില ഗീതങ്ങൾ കൂട്ടിച്ചേർത്തു, അല്ലെങ്കിൽ ചില ഗീതങ്ങൾ കുറച്ചാൾ ഉപയോഗിച്ചിട്ട് അത് വേണ്ടെന്ന് വെച്ചു. അതല്ലെങ്കിൽ പ്രാർത്ഥനകളുടെ കാര്യത്തിൽ ചില പ്രാർത്ഥനകൾ പിൽക്കാലത്ത് കൂട്ടിച്ചേർത്തു. ആദ്യം ഉപയോഗിച്ചുകൊണ്ടിരുന്ന പ്രാർത്ഥനകൾ ചിലത് അത് ചില സന്ദർഭത്തിൽ എന്തുകൊണ്ടോ അത് വേണ്ടെന്ന് വെച്ചു. ഇങ്ങനെയാണ് ആരാധനാക്രമങ്ങളുടെ ഒരു വളർച്ച ഉണ്ടായത്. ഇപ്പോൾ നമ്മളൊരു വാദത്തിന് വേണ്ടി ഇത് അന്ത്യോക്യൻ ക്രമമെന്നോ അതിൻ്റെ ഒരു പരിവർത്തനമെന്നോ പറഞ്ഞാൽ തന്നെ നമ്മൾ ഈ മറ്റ് സഭകളുമായിട്ടുള്ള നമ്മളുമായിട്ട് ബന്ധമുള്ള ഓറിയൻ്റൽ ഓർത്തഡോക്സിൻ്റെ മറ്റ് ആരാധനകളൊക്കെ ശ്രദ്ധിക്കുമ്പോഴും നമ്മളുമായിട്ട് മൊത്തത്തിൽ അല്ല സാമ്യമുള്ളതാണ്. അപ്പോൾ ഇവരുടെ മാത്രമാണെന്ന് നമുക്കങ്ങനെ പറയാനൊക്കത്തില്ല. തീർച്ചയായിട്ടും. അപ്പോൾ അത് ഈ എല്ലാ ഓർത്തഡോക്സ് സഭകൾ, അത് ബൈസെൻറ്റിയൻ ഓർത്തഡോക്സ് സഭകളാണെങ്കിലും ഓറിയൻ്റൽ ഓർത്തഡോക്സ് സഭകളാണെങ്കിലും ആരാധനയുടെ കാര്യത്തിൽ ഒരു ഐക്യരൂപമുണ്ട്. പ്രത്യേകിച്ച് ഈ കുർബാനയുടെ കാര്യത്തിൽ, അതിൻ്റെ സ്ട്രക്ചർ, അതിൻ്റെ തീംസിൻ്റെ കാര്യത്തിലൊക്കെ. അത് എല്ലാ പൗരസ്യ സഭകളുടെയും ഒരു പൊതുവായ പൈതൃകമാണ്. ആ പൈതൃകമാണ് നമ്മൾ പിന്തുടരുന്നത്. മറ്റ് ഓർത്തഡോക്സ് സഭകളെ വെച്ച് നോക്കുമ്പോഴത്തേക്കും അല്ലെങ്കിൽ ഓർത്തഡോക്സ് സഭയിൽ ഒത്തിരി മാറ്റങ്ങളൊന്നും വരുത്താൻ നമ്മൾ ശ്രമിച്ചിട്ടില്ല.
നമുക്ക് ലഭിച്ച കാര്യങ്ങൾ വരെ നഷ്ടപ്പെടാതെ നമ്മൾ സൂക്ഷിക്കുകയാണ്. നമ്മളിവിടെ ചെയ്തിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് സുറിയാനിയിൽ നമുക്ക് ലഭ്യമായ ക്രമങ്ങൾ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തു എന്നുള്ളത് മാത്രമാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അതുതന്നെ അന്ത്യോക്യൻ സുറിയാനി സഭയിൽ 2 പാരമ്പര്യങ്ങളുണ്ടായിരുന്നു. ഒന്ന് ഈസ്റ്റേൺ ടർക്കിയിൽ പേട്രിയർക്കേറ്റിൻ്റെ കീഴിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു തുറബ്ദീൻ ട്രഡീഷൻ. അതുകൂടാതെ ഇറാഖിൽ മൂസലിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു ആരാധനാക്രമം ഉണ്ടായിരുന്നു. അപ്പം അന്ത്യോക്യൻ സുറിയാനി സഭയിലൊരു തുറബ്ദീൻ ട്രഡീഷൻ എന്നും മൂസൽ ട്രഡീഷൻ എന്ന് പറഞ്ഞ് 2 പാരമ്പര്യങ്ങളുണ്ടായിരുന്നു. അത് മലങ്കരയിൽ എത്തിയിരിക്കുന്നത് മൂസൽ ട്രഡീഷനാണ്. അതിൻ്റെ കാരണം ഞാൻ മുമ്പേ പറഞ്ഞ 1750 ഇവിടെ വന്ന ചക്രള ബാവായൊക്കെ മൂസലിൽ നിന്ന് വന്ന ആളുകളാണ്. പിന്നീട് ഇവിടെ വന്ന പല മേൽപ്പട്ടക്കാരും മൂസൽ ആ ഭാഗത്തു നിന്ന് വന്നവരാണ്. ഇതും കൂടാതെ ഈ പാമ്പാക്കോട പ്രിൻറ്റിംഗ് പ്രസ് ആരംഭിച്ചതിന് ശേഷം എല്ലായിടത്തും ഒരുപോലെയുള്ള ആരാധനാക്രമങ്ങൾ ലഭിച്ചു. പാമ്പാക്കോട പ്രിൻ്റ് ചെയ്ത ആരാധനാക്രമങ്ങളെല്ലാം എല്ലാം തന്നെ ഈ മൂസൽ പാരമ്പര്യത്തിൽപ്പെട്ടത് ആയിരുന്നു. ഈ ഈസ്റ്റേൺ ഓർത്തഡോക്സിൻ്റെ എല്ലാം ആരാധനകളോ തന്നെ ഒരു പരിധി വരെ ഈ റോമാസഭയുടെ ആണെങ്കിലും ആംഗ്ലിക്കൻ ചർച്ചിൻ്റെ ആണെങ്കിലും ഈ യാക്കോബിൻ്റെ സെൻറ്റ് ജെയിംസിൻ്റെ ലിറ്റർജിക്കൊരു പ്രാധാന്യം കൊടുക്കുന്നുണ്ടല്ലോ. യാക്കോബിൻ്റെ അനാഫോറ ലാറ്റിൻ സഭ ഉപയോഗിച്ചിട്ടില്ല. ആംഗ്ലിക്കൻസ് അവരും കാര്യമായിട്ട് ഉപയോഗിച്ചിട്ടില്ല. ഇന്ത്യയിൽ ഈ CSI ആരാധനാക്രമം അവർ പുതിയ ക്രമം എഴുതി ഉണ്ടാക്കിയപ്പം യാക്കോബിൻ്റെ അനാഫോറയ്ക്കകത്തു നിന്നുള്ള 1-2 പ്രാർത്ഥന, പ്രത്യേകിച്ച് സമാധാന ചുംബനത്തിന് ആ ഭാഗത്തുള്ള പ്രാർത്ഥന മാത്രം അവർ എടുത്തിട്ടുണ്ട്. നേരെ മറിച്ച് യാക്കോബിൻ്റെ അനാഫോറ എന്ന് പറയുന്നത് എല്ലാ പൗരസ്യ സഭകളും ഒരുപോലെ ഉപയോഗിച്ചിരുന്നു. ഈവൻ ബൈസന്റിയൻകാർ പോലും യാക്കോബിൻ്റെ അനാഫോറ ആദ്യകാലത്ത് ഗ്രീക്കിൽ ഉപയോഗിച്ചിരുന്നു. അവർ കുറേ കാലം കഴിഞ്ഞപ്പോഴത്തേക്കും യാക്കോബിൻ്റെ അനാഫോറ ഉപയോഗിക്കുന്നത് നിർത്തലാക്കി. അതിൻ്റെ കാരണം കോൺസ്റ്റാന്റിനോപ്പിളിലാണ് ബൈസന്റിയൻ ഓർത്തഡോക്സ് സഭകളുടെ തലസ്ഥാനം എന്ന് പറയുന്നത്. അവിടുത്തെ ഔദ്യോഗിക ലിറ്റർജി എന്ന് പറയുന്നത് സെൻറ്റ് ജോൺ ക്രിസോസ്റ്റത്തിൻ്റെ അനാഫോറയാണ്. അപ്പോൾ അത് ആധികാരികമാണെന്ന് ചിന്തിച്ച് ബൈസന്റിയൻ സഭകൾ സെൻറ്റ് ജോൺ ക്രിസോസ്റ്റത്തിൻ്റെ അനാഫോറ അവർ ഉപയോഗിച്ചു. എന്നാൽ യാക്കോബിൻ്റെ അനാഫോറ ഒരു കാലത്ത് അർമീനിയൻ സഭയും കോപ്റ്റിക് സഭയും എത്യോപ്യൻ സഭയും ഉപയോഗിച്ചിരുന്നു. കാരണം ഈ ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്ത യാക്കോബിൻ്റെ അനാഫോറ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. പക്ഷെ ഇന്ന് ഈ സഭകളും യാക്കോബിൻ്റെ അനാഫോറ ഉപയോഗിക്കുന്നില്ല. ഇനി യാക്കോബിൻ്റെ അനാഫോറ ഉപയോഗിക്കുന്നത് അന്ത്യോക്യൻ സുറിയാനി സഭയും മലങ്കര ഓർത്തഡോക്സ് സഭയുമാണ്. പിന്നെ മലങ്കര ഓർത്തഡോക്സ് സഭയിൽ നിന്നും വേർപിരിഞ്ഞു പോയ ഈ സുറിയാനി കത്തോലിക്ക സഭ മലങ്കര റീത്തുകാർ അവർ ഉപയോഗിക്കുന്നുണ്ട്. കൂടാതെ ഓർത്തഡോക്സ് സഭയിൽ മർത്തോമാക്കാരും തീർച്ചയായിട്ടും ഉപയോഗിക്കുന്നുണ്ട്. തൊഴിയൂർ നമ്മൾ തീർച്ചയായിട്ടും മലങ്കര ഓർത്തഡോക്സ് സഭ ഉപയോഗിക്കുന്ന അതേ അനാഫോറ യാതൊരു വ്യത്യാസവുമില്ലാതെ തൊഴിയൂരുകാർ ഉപയോഗിക്കുന്നു. ഞാൻ പറയാൻ വന്നത് ഇവാഞ്ചലിക്കൽ ചർച്ച് ഉപയോഗിക്കുന്നത് വളരെയേറെ റിഫോംഡ് ആയിട്ടുള്ള ഒരു യാക്കോബിൻ്റെ അനാഫോറയുടെ ഒരു രൂപമാണ് അവർ ഉപയോഗിക്കുന്നത്. പിന്നെ യാക്കോബിൻ്റെ അനാഫോറയുടെ പ്രത്യേകത ഇത്രയധികം വ്യാപകമായിട്ട് സഭകൾ ഉപയോഗിച്ച് മറ്റൊരു അനാഫോറയും ഇല്ല. അപ്പോൾ അതുതന്നെ ഞാൻ ആദ്യം പറഞ്ഞ കാര്യം വീണ്ടും ആവർത്തിക്കുകയാണ്. ഇത് അന്ത്യോക്യൻ സുറിയാനി സഭയുടെ ആരാധനയല്ല, നേരെ മറിച്ച് ജെറുസലേമിലെ സഭയുടെ അനാഫോറയാണ്. അതുകൊണ്ടാണ് മറ്റ് സഭകളെല്ലാം ഇത് ഉപയോഗിച്ചത്. മാതൃസഭയാണ്. അതുകൊണ്ട് നമുക്ക് തീർച്ചയായിട്ടും അത് ഉപയോഗിക്കാനായിട്ടുള്ള ഒരു അവകാശം നമുക്കുണ്ടൊരു പൈതൃകമാണ്. നമ്മുടെ ബൈബിളാണെങ്കിലും മറ്റ് കാര്യങ്ങളൊക്കെ ആണെങ്കിലും നമ്മൾ ജെറുസലേം ഒരു യഹൂദ പാരമ്പര്യമുണ്ടല്ലോ എന്ന് പറഞ്ഞ പോലെ ആദിമസഭയുടെ പൈതൃകത്തിൻ്റെ ഭാഗമാണിത്. ആരാധന ആരുടെ നമ്മൾ ഉപയോഗിച്ചാലും ഇതൊരാളുടെ പേറ്റന്റ് എന്ന് പറയാനൊക്കത്തില്ല. കാരണം ഇതൊരു സുവിശേഷീകരണമാണ്. അതെ, പൗരസ്ത്യ സഭകളുടെ ഒരു ആരാധന രീതിശാസ്ത്രം അനുസരിച്ച് നമ്മുടെ ആരാധനകളിലാണ് ഏറ്റവും കൂടുതൽ സുവിശേഷ ഭാഗങ്ങൾ ഉപയോഗിക്കുന്നത്. ഇതൊരു സുവിശേഷീകരണമാണ്. അതെ. പിന്നെ അതുകൂടാതെ ഇത്തരത്തിലുള്ള അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള കൊടുക്കൽ വാങ്ങലുകൾ, എക്സ്ചേഞ്ചസ് ഉണ്ടായിട്ടുണ്ട്. സുറിയാനി സഭയുടെ ഈ പല പ്രാർത്ഥനകളും കോപ്റ്റിക്കാരും അർമീനിക്കാരും സുറിയാനിക്കാരും എടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ എത്യോപ്യൻ സഭയ്ക്കോ കോപ്റ്റിക് സഭയ്ക്കോ അർമീനിയൻ സഭയ്ക്കോ സുറിയാനി സഭയോട് വിധേയത ഉണ്ടെന്ന് പറയാൻ ഒക്കത്തില്ല. എല്ലാത്തിൻ്റെയും നന്മ. അതുപോലെ തന്നെ ഈ സുറിയാനി സഭയിൽ തന്നെ ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, തുറബ്ദീൻ ട്രഡീഷനും മൂസൽ ട്രഡീഷനിൽ മൂസൽ ഭാഗത്ത് ഏറ്റവും വ്യാപകമായിരുന്നത് കൽദായ സുറിയാനി സഭ, അല്ലെങ്കിൽ നമ്മൾ ചർച്ച് ഓഫ് ദി ഈസ്റ്റ് എന്ന് പറയും. നമ്മൾ നെസോറിയൻ സഭ എന്ന് പറയാറുണ്ട്. ആ പേര് ഉപയോഗിക്കുന്നത് ശരിയല്ല. ചർച്ച് ഓഫ് ദി ഈസ്റ്റ് എന്നുള്ളതാണ് അവരുടെ ശരിയായ പേര്, പൗരസ്ത്യ സുറിയാനി സഭ.
ആ പൗരസ്ത്യ സുറിയാനി സഭയുടെ ചില പ്രാർത്ഥനകളും രീതികളും ഈ മൂസ ട്രഡീഷൻ സ്വീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞത് ഈ എക്സ്ചേഞ്ചസ്, ലിറ്റർജിക്കൽ എക്സ്ചേഞ്ചസ് എന്ന് പറയുന്ന ഒരു സാധാരണ സംഭവമായിരുന്നു. പിന്നെ ആധുനിക കാലത്താണെങ്കിൽ നമ്മൾ ഈ യൂറോപ്യൻ ചില ഘടകങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്. ഇപ്പം മ്യൂസിക്കിൻ്റെ കാര്യത്തിലാണെങ്കിൽ നമ്മൾ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് അല്ലെങ്കിൽ പള്ളിയുടെ പണിയുന്ന ശൈലി ഇതൊക്കെ സ്വീകരിച്ചിട്ടുണ്ട്. നമ്മുടെ ഈ ആരാധനകൾ ഇങ്ങോട്ട് ഡെവലപ്പ് ചെയ്ത് വന്ന് ഇന്ന് നമ്മൾ കാണുന്ന ദൃശ്യമായ ഒരു രീതിയിലേക്ക് വന്നു. അപ്പോൾ ഈ ആരാധനയുടെ ഒരു ചരിത്രപരമായ വളർച്ചയോടൊപ്പം തന്നെ ഈ ആരാധനയ്ക്ക് ജനങ്ങളെ ഒരുക്കുവാനും അവരെ നേതൃത്വത്തിലൂടെ കൊടുക്കുവാനും പൗരോഹിത്യ ശ്രേണികൾ വന്നിട്ടുണ്ട്. ആദ്യകാലങ്ങളിലൊക്കെ ഇപ്പം നമ്മളെ സംബന്ധിച്ച് ഔദ്യോഗികമായിട്ട് ഒരു വൈദ്യ സെമിനാരി വരുന്നതിന് മുമ്പ് മലങ്കരയിൽ ഉണ്ടായിരുന്നത് ഒരു മൽപ്പാൻ ട്രഡീഷനാണ്, പഴയ ഗുരുകുല വിദ്യാഭ്യാസം പോലുള്ള. അപ്പോൾ എൻ്റെ ഒരു ചോദ്യം, ഇത് മറ്റ് സഭകളിൽ പ്രത്യേകിച്ച് ഈ ഓറിയൻ്റ് ഓർത്തഡോക്സ് ചർച്ചസിലോ ഈസ്റ്റേൺ ചർച്ചസിലോ ഇങ്ങനെ ഒരു മൽപ്പാൻ ട്രഡീഷൻ ഉണ്ടോ, അതോ ഭാരതത്തിന് മാത്രമുള്ളൊരു ട്രഡീഷനാണോ? അല്ല, മൽപ്പാൻ ട്രഡീഷൻ എന്നതിനേക്കാൾ ഈ ഓരോ ഇപ്പം സുറിയാനി സഭയിലോ ഈജിപ്തിലോ എത്യോപ്യയിലോ മൊണാസ്ട്രികൾ ധാരാളമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആളുകൾ മൊണാസ്ട്രികളിൽ പോകുമായിരുന്നു. മിക്കവാറും വൈദികരുടെ പരിശീലനം ലഭിച്ചിരുന്നത് ഈ മൊണാസ്ട്രികളിലാണ്. ഇപ്പോഴും ഈ എത്യോപ്യൻ സഭയിൽ ഒരു കൃത്യമായ ഒരു സെമിനാരി സംവിധാനമില്ല. അവിടെ അഡിസ് അബാബയിലുള്ള നമ്മുടെ ജോസി അച്ഛനൊക്കെ പോയി പഠിപ്പിച്ച തിയോളജിയ സെമിനാരിയിൽ പഠിക്കുന്നത് മിക്കവാറും അൽമായക്കാരാണ്. ഒരു യൂണിവേഴ്സിറ്റി പഠനം പൂർത്തിയാക്കിയ അൽമായക്കാരാണ് അവർ അവിടെ നിന്ന് പഠിക്കുന്നത്. മറ്റ് വൈദിക സ്ഥാനികൾ അവർ ഏതെങ്കിലും മൊണാസ്ട്രിയിലാണ് പോയി പരിശീലനം തേടുന്നത്. അപ്പം ആ മൊണാസ്ട്രികളിൽ ഇവർക്ക് ലഭിക്കുന്ന പരിശീലനം ഈ പഴയ എത്യോപ്യൻ ഭാഷ, അത് പിന്നെ ഗീസ് ഭാഷയാണ്. ആ ഗീസ് ഭാഷ വായിക്കാനായിട്ടുള്ള പരിശീലനം, ഗീതങ്ങളാണെങ്കിൽ ചൊല്ലുവാനുള്ള പരിശീലനം, പിന്നെ ഈ കർമ്മങ്ങൾ ചെയ്യാനായിട്ടുള്ള അതിൻ്റെ റൂബ്രിക്സ്, നടപടിക്രമങ്ങളൊക്കെ പഠിക്കുക എന്നുള്ളതാണ്. അത് കഴിഞ്ഞ് അവരുടെ പരിശീലനം പൂർണ്ണമായി എന്ന് തോന്നുമ്പോൾ മെത്രാപ്പൊലീത്ത അവർക്ക് പട്ടം കൊടുക്കും. അപ്പം ഈ സെമിനാരികൾ എന്ന് പറയുന്നത് ഒരർത്ഥത്തിൽ ഈ കത്തോലിക്ക ഒരു യൂറോപ്യൻ സംവിധാനമാണ്. അപ്പം യൂറോപ്പിലും ആദ്യകാലങ്ങളിൽ മൊണാസ്ട്രികളിലാണ് പ്രധാനമായിട്ടും പരിശീലനങ്ങൾ നടന്നിരുന്നത്. അപ്പം സുറിയാനിക്കാരുടെ കാര്യത്തിൽ ഞാൻ ഈ പറഞ്ഞ പോലെ മൊണാസ്ട്രികളിലാണ് ഈ വൈദിക പരിശീലനം നടന്നിരുന്നത്. മിക്കവാറും ഈ സിറിയയിലെ മൊണാസ്ട്രികൾ ഏതെങ്കിലും വില്ലേജുകളിലോ പട്ടണങ്ങളിലോട് ചേർന്നൊക്കെ ആയിരിക്കാം. അപ്പോൾ ആളുകൾ പതിവായിട്ട് മൊണാസ്ട്രികളിലെ യാമപ്രാർത്ഥനകളിലും കുർബാനകളിലുമൊക്കെ സംബന്ധിക്കും. വൈദിക പരിശീലനത്തിനുള്ള ആളുകൾ അവിടെ പോയി താമസിച്ച് അവരാവശ്യമായ പരിശീലനം എന്ന് വെച്ചാൽ പ്രധാനമായിട്ടും സുറിയാനി വായിക്കാനും പിന്നെ അത് പാടാനും ചൊല്ലാനുമുള്ള പരിശീലനമായിരുന്നു. സെമിനാരി ഇപ്പം അന്ത്യോക്യൻ സുറിയാനി സഭയിൽ സെമിനാരികൾ അടുത്ത കാലത്താണ് ഉണ്ടായത്. അവർക്ക് ഇവിടെ ഡമാസ്കസിൻ്റെ പ്രാന്തപ്രദേശ സബർബിൽ ഒരു സെയ്ദാനിയ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു സെമിനാരിയുണ്ട്. പക്ഷേ ആ സെമിനാരിയിൽ ഇപ്പോഴും നമ്മുടെ ഇന്ത്യയിലെ സെമിനാരിയുടെ രീതിയിലുള്ള പരിശീലനമല്ല, ഒരു മൽപ്പാൻ സ്കൂളിൻ്റെ രീതിയിലുള്ള പരിശീലനമാണ്. വിദ്യാർത്ഥികൾ ഒരുമിച്ച് താമസിക്കുന്നു, ആരാധനാക്രമങ്ങൾ പഠിക്കുന്നു. പിന്നെ അതിനകത്ത് അധ്യാപകർ ആരെങ്കിലും അല്പം പരിശീലനം കിട്ടിയ ആളുകൾ അവർക്ക് അറിയാവുന്ന വേദശാസ്ത്രവും മറ്റു കാര്യങ്ങൾ അവരെ പഠിപ്പിച്ചു കൊടുക്കുമായിരുന്നു. ഇപ്പം കോപ്റ്റിക് സഭയ്ക്കും അവർക്ക് സെമിനാരികളുണ്ട്. പക്ഷേ എങ്കിലും അവരുടെ പരിശീലനത്തിൽ സന്യാസാശ്രമങ്ങൾ ഒരു പ്രധാനപ്പെട്ട പങ്കുണ്ട്. അച്ഛൻ നമ്മളെ സെമിനാരി പഠിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോഴും വളരെ ഭംഗിയായിട്ട് നമുക്ക് 2 സെമിനാറുകളും നടന്നു വരുന്നുണ്ട്. അതിൻ്റെ അക്കാഡമി ലെവലുള്ള കാര്യങ്ങളെപ്പറ്റിയൊന്നും നമ്മളിവിടെ സംസാരിക്കുന്നില്ല. എൻ്റെ ഒരു സംശയം ചോദിച്ചതാണ്. അച്ഛൻ പലപ്പോഴും ഈ മൽപ്പാൻ ഭവനങ്ങളെ പറ്റി എടുത്തു പറയുന്നുണ്ട്. നമ്മുടെ ഒരു വൈദികരെന്ന നിലയിൽ, വൈദികരെ അഭ്യസിപ്പിച്ച ഒരു അധ്യാപകൻ എന്ന നിലയിലും ഇന്ന് കാണുന്ന ചില പ്രവണതകൾ കണ്ടു നോക്കുമ്പോൾ ഒരു മൽപ്പാൻ ഭവനങ്ങളിൽ നിന്ന് ലഭിക്കുന്ന ഒരു ആത്മീക ശിക്ഷണവും ആരാധനയോടുള്ള ഒരു ഭക്തിയും വിനയവും നമുക്ക് കൈമോശം വന്നിട്ടുണ്ടോ എന്നുള്ളത് ഞാനൊരു വിമർശനാത്മകമായി അച്ഛനോട് ചോദിക്കുക. അച്ഛൻ പറഞ്ഞത് ശരിയാണ്. പ്രത്യേകിച്ച് അച്ഛനൊരു ഡൽഹി ഭദ്രതയിൽ ഒരു സീനിയർ വൈദികനാണ്. ഇടവകളിൽ ഇത്ര നാൾ അച്ഛൻ സേവനം ചെയ്തു. അപ്പം പുതിയ തലമുറയിൽ ചെറുപ്പക്കാരായ അച്ഛന്മാരുടെ പ്രവർത്തനത്തെ അച്ഛൻ
നോക്കുമ്പോൾ ഇത് അച്ഛന് ബോധ്യപ്പെടുമായിരിക്കും. അപ്പോൾ ഇത് ഈ നമ്മുടെ സെമിനാരിയിലും ഒരു 1990 ഏകദേശം 2000 വരെയെങ്കിലും ഒരു മൽപ്പാൻ പൈതൃകം കുറേയൊക്കെ ഉണ്ടായിരുന്നു. ഒരു മൽപ്പാൻ പൈതൃകത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ അധ്യാപകരും വിദ്യാർത്ഥികളും ഒരുമിച്ച് താമസിക്കുക, ഒരുമിച്ച് പ്രാർത്ഥിക്കുക, ഒരുമിച്ച് ഭക്ഷണം കഴിക്കുക, ഒരു കമ്മ്യൂണിറ്റി ആയിട്ട്. അതായത് ഇന്ത്യയിലെ നമ്മൾ ഗുരുകുല സമ്പ്രദായം പോലെ എല്ലാ കാര്യങ്ങളിലും അവർ ഇൻവോൾവ് ആകും. അത്തരത്തിലുള്ള ഒരു ഇൻവോൾവ്മെൻറ്റ് ഇപ്പോൾ കാണുന്നില്ല. പ്രത്യേകിച്ച് നമ്മുടെ സെമിനാരികളിലെ ചിലപ്പോൾ അധ്യാപകർക്ക് പൂർണ്ണ സമയം അവിടെ ചെലവഴിക്കാൻ സാധിക്കുന്നില്ലായിരിക്കും. അതിനെക്കുറിച്ച് ഞാനൊന്നും വിമർശിക്കുന്നില്ല. അത് സഭയാണ് അതിനെപ്പറ്റി ആലോചിച്ച് തീരുമാനം എടുക്കേണ്ടത്. ഈ കോരുതച്ഛനൊക്കെ ഞങ്ങളെ അച്ഛനൊക്കെ പഠിപ്പിച്ച അച്ഛനെ എല്ലാം പഠിപ്പിച്ച് കഴിഞ്ഞ് തക്സ എല്ലാം നമ്മളെ പഠിപ്പിച്ച് കഴിഞ്ഞ് ഏറ്റവും അവസാനം നമ്മൾ സെമിനാരിയിൽ നിന്ന് വിടുന്നതിന് ഒരാഴ്ച മുമ്പ് നമ്മളെല്ലാം അച്ഛൻ്റെ മുറി ചെല്ലും. അപ്പോൾ അച്ഛനെ എല്ലാവരും കൂടി ഇരുത്തിയിട്ട് സംസാരിക്കും. ഇന്നത്തെ പോലെ ഒഫീഷ്യലായിട്ടൊന്നും അല്ല. അച്ഛൻ്റെ മുറി പോയി നിലത്തിരിക്കും. അച്ഛൻ ആ സെമിനാരിയുടെ അച്ഛൻ്റെ മുറി അറിയാമല്ലോ, ചെറിയ മുറിയാണ്. അച്ഛനെല്ലാം പറഞ്ഞ ശേഷം മക്കളെ, ഭക്തിക്കും യുക്തിക്കും വിശ്വാസത്തിനും കോട്ടം വരാത്ത വിധത്തിലായിരിക്കണം ഇടവക ശുശ്രൂഷ. ഭക്തിക്കും യുക്തിക്കും വിശ്വാസത്തിനും അതിനകത്ത് എല്ലാം അടങ്ങിയിട്ടുണ്ട്. ഭക്തിക്കൊരു കുറവ് വരരുത്. സഭയുടെ അടിസ്ഥാനപരമായ വിശ്വാസത്തിൽ നമുക്ക് വ്യതിചലിക്കാനൊക്കത്തില്ല. എന്നാൽ ഒരു യുക്തി, അതൊരു പ്രായോഗികമായ കാര്യത്തെപ്പറ്റി അച്ഛൻ പറഞ്ഞു. അതിനുശേഷം എല്ലാവരുടെയും തലയിൽ വിളിച്ച് വെച്ച് പ്രാർത്ഥിച്ച് റുഷ്മയതിന് ശേഷം നമ്മുടെ നെറ്റിക്ക് പിടിച്ച് ഇവിടെ ഈ നെറുകയിലൊരു ചുംബനം തരും. അത് കൈമാറ്റം ചെയ്യുക തലമുറകളിലൂടെ. ഇതാ പാരമ്പര്യം. അല്ലാതെ നമ്മൾ മാറ്റപ്പെടാൻ ഒക്കാത്ത ചില കാര്യങ്ങളല്ല. അച്ഛന് ദൈവത്തിൽ നിന്ന് കിട്ടിയ അറിവോ ആത്മീയ ശക്തിയും നമ്മുടെ നെറുകയിലൂടെ നമ്മളിലേക്ക് പ്രവഹിക്കുക. ഇതൊരു ആത്മീയ അനുഭവമാണ്. അച്ഛൻ പറഞ്ഞ ശരിയാണ്. കാരണം ഒരു മൽപ്പാൻ പൈതൃകത്തിൽ ഉള്ള പരിശീലനത്തിൽ അറിവ് കൊടുക്കുന്നതിനേക്കാൾ ഒരു കാഴ്ചപ്പാട് നൽകുകയായിരുന്നു. ഒരു അനുഭവമുണ്ട്, ഒരു ദർശനം, എങ്ങനെ ശുശ്രൂഷിക്കണം. പിന്നെ പലപ്പോഴും ഈ നേരത്തെ കുരുദിശന് വടവുകോട് അച്ഛൻ്റെ ഇടവകയിൽ ഒരു മൽപ്പാൻ സ്കൂള് പോലെ നടത്തിയിരുന്നു. ഇന്ന് നമ്മുടെ സഭയിൽ ഇപ്പോഴും ആക്റ്റീവായ ചില വൈദികരൊക്കെ അവിടെ പഠിച്ചവരാണ്. അപ്പോൾ അവർ അവിടെ താമസിക്കുന്നു. കൃത്യമായ ഒരു അവധിക്കാലമൊന്നുമില്ല. ഒരുപക്ഷേ ഈസ്റ്റർ കഴിയുമ്പോഴത്തേക്കായിരിക്കും അവർ വീട്ടിലൊക്കെ പോകുന്നത്, അല്ലെങ്കിൽ മുഴുവൻ സമയം അവിടെ തന്നെ താമസിക്കും. ഒരുമിച്ച് അവർ പ്രാർത്ഥിക്കുന്നു. അച്ഛൻ കുർബാന ചെല്ലുമ്പോൾ ആ കുർബാനയിൽ അവർ സംബന്ധിക്കുന്നു. ചിലപ്പോൾ അച്ഛൻ അവരെ ആ ഇടവകയിലെ എന്തെങ്കിലും ആത്മീയമായ പ്രവർത്തനങ്ങളിൽ പങ്കുചേരുവാൻ തക്കണോ അവരെ വിടുമായിരുന്നു. എന്ന് വെച്ചാൽ സൺഡേ സ്കൂൾ നടത്താനോ അല്ലെങ്കിൽ പ്രാർത്ഥനയോ നടത്താനോ വിടുമായിരുന്നു. അപ്പോൾ അതൊരു അവിടെ തന്നെ ഒരു പാസ്റ്ററൽ പരിശീലനം അവർക്ക് ലഭിക്കുന്നുണ്ട്. പിന്നെ അവർക്ക് ഈ പുസ്തകങ്ങളിൽ നിന്ന് കിട്ടുന്നതിനേക്കാൾ വലിയൊരു അറിവായിരുന്നു ഈ മൽപ്പാനിൽ നിന്ന് മൽപ്പാൻ്റെ മാതൃക എന്ന് പറയുന്നത്. അപ്പോൾ അതിനകത്ത് ഞാൻ എപ്പോഴും പറയുന്നതാണ്, മൽപ്പാൻ എന്ന് പറയുന്നത് ഹി വാസ് എ സെയിൻറ്റ്ലി പേഴ്സൺ, റെസ്പെക്റ്റഡ് ഫോർ ഹിസ് സ്പിരിച്വൽ ലൈഫ്. അതാണ് ആ അച്ഛൻ പറഞ്ഞതുപോലെ ആത്മീയ ജീവിതത്തിൻ്റെ ഒരു വെളിച്ചം ഇവർക്ക് ലഭിക്കുമായിരുന്നു. ഇന്നിപ്പം അത് നമുക്ക് ലഭിക്കുന്നില്ല എന്നുള്ളൊരു ഒരു കുറവുണ്ട്. അപ്പോൾ നമ്മൾ അതിനകത്തൊരു പാസ്റ്ററൽ എക്സ്പോഷറുണ്ട്. പിന്നെ അതിനകത്ത് ഒരു ഗുരുവിനോടുള്ള സ്നേഹമുണ്ട്. ഇവരൊരു കമ്മ്യൂണിറ്റിയാണ്. ഇവർ ഈ പഠിക്കുന്ന ആളുകളും അധ്യാപകനുമായിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റി ലൈഫുണ്ട്.